ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ നീട്ടിയ സാഹചര്യത്തിൽ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്ത് പോകാതെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കുബ്ബൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയിൽ എങ്ങനെ കുബ്ബൂസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുബ്ബൂസാണിത്. അതുപോലെ തന്നെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് എങ്ങനെ കുബ്ബൂസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ ബൗൾ എടുക്കുക. അതിലേക്ക് ചെറിയ ചൂടുള്ള പാല്, 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ചൂടുണ്ടാവാൻ പാടില്ല, ചെറിയ ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് അടച്ച് വെക്കണം. ഇതിപ്പോൾ ഞാനൊരു 4 മണിക്കൂർ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 1 ടീസ്പൂൺ. കുറച്ച് സമയമുള്ളെങ്കിൽ നിങ്ങൾക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി എടുക്കാം. 1 കപ്പ് മൈദ, 1 കപ്പ് ഗോതമ്പ് പൊടി, അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ ഗോതമ്പ് പൊടി കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റും പാലും കൂടിയിട്ടുള്ള മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പാല് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ ഇനി വേണമെങ്കിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നന്നായിട്ട് ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ലൂസിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് എണ്ണ മുകളിൽ തടവിന് ശേഷം ഇതുപോലെ നനഞ്ഞൊരു തുണി ഇട്ട് കൊടുത്തിട്ടൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. 4 മണിക്കൂറിന് ശേഷം നമ്മളിത് എടുത്ത് ഇപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ചപ്പാത്തിനെയും കാട്ടിയും കുറച്ചും കൂടി വലിയ ബോളുകളാക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കണം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. അധികം പൊടിയും ഇട്ട് കൊടുക്കരുത്. കുറച്ച് പൊടി ഇട്ടിട്ടാണിത് പരത്തിയെടുക്കാൻ പാടുള്ളൂ. അത്യാവശ്യം കുറച്ച് നമ്മൾ കുബ്ബൂസിൻ്റെയൊക്കെ കട്ടിയിൽ നമ്മളിത് പരത്തിയെടുക്കുകയാണ് കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് പരത്തിയെടുത്ത് അപ്പം തന്നെ നമ്മളിത് ചുട്ടെടുക്കണം കേട്ടോ. ഓരോന്നും പരത്തിയെടുത്ത് അപ്പം തന്നെ ഇത് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ എല്ലാം കൂടി പരത്തിയെടുത്തതിന് ശേഷം ചുട്ടെടുക്കുകയാണെങ്കിൽ ഇതത്ര സോഫ്റ്റായി കിട്ടില്ല. നമുക്കിത് ചുട്ടെടുക്കാം. നല്ല ചൂടുള്ള പാനിലാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇത് ഫസ്റ്റിന് ചെറിയ കുമിളകൾ പൊന്തി കഴിഞ്ഞാൽ നമ്മളിത് ഫസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ നന്നായിട്ട് പൊന്തി വരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബ്ബൂസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിത് നമുക്കൊരു കാസറോളിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിലൊരു തുണി ചെറുതായിട്ട് നനച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ കുബ്ബൂസ് ഇട്ടതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്ന് കുറച്ച് ഹാർഡായി പോവും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബ്ബൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.